Amit Shah and the Prime Minister don't have the courage to stand here. അമിത് ഷായ്ക്കും പ്രധാനമന്ത്രിക്കും ഇവിടെ വന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല. कि मैं जो कुछ भी कर रही हूँ 140 रुपीस में अपनी बॉडी बेच रही हूँ सर. ഞാൻ 140 രൂപയ്ക്ക് ശരീരം വിൽക്കുന്നവളാണ് എന്നാണ് പ്രചാരണം. नाम क्या मैंने कहा फरहान नाज़रीन का इनकी लिस्ट अलग बनाई जाएगी क्योंकि ये लोग देशद्रोही हैं. പേര് ചോദിച്ചപ്പോൾ ഫർഹാനാസ് എന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ ലിസ്റ്റ് വേറെ ഉണ്ടാക്കണം. കാരണം ഇവർ രാജ്യദ്രോഹികളാണ്. कि मेरा नाम मुस्कान है. मैं एडिशनली ये भी ऐड करना चाहूंगी कि सरनेम मेरी शर्मा है. എൻ്റെ പേര് മുസ്കാൻ എന്നാണ്. എൻ്റെ വീട്ടുപേര് ശർമ്മ എന്നാണ്. ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് എല്ലാവരും ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. Thank you very much and thank you very much for coming. All the best. Thank you. സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഈ ചിത്രം നോക്കൂ. വിദ്യാർത്ഥി സമരത്തിൽ മർദ്ദനമേൽക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്തവർക്കൊപ്പം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്ന ചിത്രമാണ്. ആരൊക്കെയാണ് രാഹുലിനൊപ്പം ഉള്ളവർ? പലരെയും പല ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരെക്കുറിച്ച് പറഞ്ഞ ശേഷം വീഡിയോയിലേക്ക് വിശദമായി പോകാം. രാഹുൽ ഗാന്ധിക്കൊപ്പം ഇപ്പോൾ കാണുന്നത് റിയ അഹീർ. റിയയെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷേ ഇനി കാണിക്കുന്ന ചിത്രം, ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുംബൈയിലെ സമരത്തിനിടെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസ് ബസ് ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തിയ ആളാണ് റിയ. ഇത് നൂതൻ ടോപ്പോ. ജന്തർ മന്ദർ സമരത്തിനിടെ പെല്ലറ്റ് തോക്കിൽ നിന്ന് വെടിയേറ്റ യുവതിയാണ് ജാർഖണ്ഡ് സ്വദേശിനിയായ നൂതൻ. ഈ ചിത്രത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്നത് മുസ്കാൻ ശർമ്മയാണ്. ഒരു പോലീസുകാരൻ മുസ്കാന്റെ പിന്നിൽ ലാത്തി കൊണ്ട് കുത്തുകയായിരുന്നു. ആ ദൃശ്യം വളരെ വൈറലായിരുന്നു. ഇത് ഭരത് ഭായ്. കുറേ പോലീസുകാർ വളഞ്ഞു നിന്ന് അടിച്ചപ്പോൾ ഇനിയും അടിക്കൂ എന്ന് അലറിയ ചെറുപ്പക്കാരനാണ് ഭരത് ഭായ്. നാഗ്പൂർ സ്വദേശിയാണ്. ഇത് ഫർഹാനാസ്. വിദ്യാർത്ഥി സമരത്തിനിടെ പരിക്കേറ്റ് വീണ ഫർഹാനാസിനെ സഹപ്രവർത്തകർ എടുത്തുകൊണ്ടു പോകുന്ന ചിത്രം വളരെ വൈറലായിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ബിരുദ വിദ്യാർത്ഥിനിയാണ് ഫർഹാനാസ്. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയും ഇവരും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി വന്നത്. വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് റിയയെയും മുസ്കാനെയും പോലുള്ള ഒപ്പം ഫർഹാനാസിനെയും പോലുള്ള യുവതികൾ ഉയർത്തുന്നത്. ആദ്യം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. അതിനുശേഷം ബാക്കിയുള്ളവർ പറഞ്ഞതിലേക്ക് പോകാം. സമാധാനപരമായി സമരം നടത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ച ശേഷം ഇപ്പോൾ അവർ മാപ്പ് പറയണമെന്നാണ് BJPക്കാർ ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി ആദ്യം ചൂണ്ടിക്കാണിച്ചത്. Forcing them first, sending गुंडास to their house. महिलाओं के घर में गुंडा भेजने के बाद फोर्सिबली उनसे अपॉलॉजी, 15 साल की बच्ची से अपॉलॉजी लेना और फिर उस अपॉलॉजी को एक्सेप्ट करना, एक्सेप्टिंग दैट अपॉलॉजी is complete nonsense. സ്ത്രീകളുടെ വീടുകളിൽ ഗുണ്ടകളെ അയച്ചതിന് ശേഷം 15 വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് നിർബന്ധപൂർവം മാപ്പ് എഴുതി വാങ്ങുന്നു. തുടർന്ന് ആ മാപ്പപേക്ഷ സ്വീകരിക്കുന്നു. എന്തൊരു വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. പ്രധാനമന്ത്രിയോട് 15 വയസ്സായ കുട്ടി മാപ്പ് പറഞ്ഞ കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. There are young people who are standing here in front of India's press. But Amit Shah and the Prime Minister don't have the courage to stand here. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഈ ചെറുപ്പക്കാർക്ക് ധൈര്യമുണ്ട്. എന്നാൽ അമിത് ഷായ്ക്കും പ്രധാനമന്ത്രിക്കും ഇവിടെ വന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല. The person who is responsible for this violence is Mr. Amit Shah, is the Home Minister of India. He does not have the decency to come to Parliament. He does not have the decency or the courage to comment on what has happened. ഇവർക്കെതിരായ ആക്രമണത്തിന് ഉത്തരവാദിയായ വ്യക്തി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ്. പാർലമെന്റിൽ വരാനുള്ള മര്യാദ പോലും അദ്ദേഹം കാണിക്കുന്നില്ല. സംഭവിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ധൈര്യമോ മര്യാദയോ അദ്ദേഹത്തിനില്ല. And there's only two possibilities. One, he did not know that this violence was being carried out on the children, in which case he's incompetent. And two, that he ordered the shooting of the pellet gun, he ordered the violence on these children, on these youngsters, which means he's culpable. Either way, he is responsible. ഇവിടെ രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഈ കുട്ടികൾക്ക് നേരെ ഇത്തരം അക്രമങ്ങൾ നടക്കുന്നത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം അയോഗ്യനാണ്. അല്ലെങ്കിൽ ഈ കുട്ടികൾക്കും യുവാക്കൾക്കും നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാനും അക്രമം നടത്താനും ഉത്തരവിട്ടത് അമിത് ഷായാണ്. അങ്ങനെയാണെങ്കിൽ അമിത് ഷാ കുറ്റക്കാരനാണ്. ഏത് രീതിയിൽ നോക്കിയാലും ഇതിൻ്റെ ഉത്തരവാദി അമിത് ഷാ തന്നെയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചത്. ഇനി മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം റിയ അഹീർ. You guys say कि ये वो लड़की है जो वायरल हो गई है, जिन्होंने मुंबई पुलिस को रोका था. बट मैं मीडिया से ये कहना चाहूँगी, मैं वो लड़की हूँ जिन्होंने 20 बच्चों को अनलॉफुली डिटेन होने से रोका था.
प्लीज़ चेंज योर नैरेटिव, चेंज योर पर्सपेक्टिव. മുംബൈ പോലീസിനെ തടഞ്ഞ വൈറലായ പെൺകുട്ടിയാണ് ഞാനെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് ആദ്യമേ പറയാനുള്ളത് മാധ്യമങ്ങൾ ആ നറേറ്റീവ് തിരുത്തണം എന്നാണ്. സത്യത്തിൽ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത 20 കുട്ടികളെ രക്ഷിച്ച പെൺകുട്ടിയാണ് ഞാൻ. നിങ്ങൾ ആ രീതിയിൽ നറേറ്റീവ് തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നെ വലിയ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. ഇത് ട്രോളിംഗ് അല്ല, ഇതൊരു കുറ്റകൃത്യമാണ്. രാഷ്ട്രീയ പ്രവർത്തകർ പോലും അവരുടെ ഫേസ്ബുക്കിൽ എൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഞാൻ 140 രൂപയ്ക്ക് ശരീരം വിൽക്കുന്നവളാണ് എന്നാണ് പ്രചാരണം. അവരുടെ മനസ്സിൽ എത്രത്തോളം അഴുക്ക് നിറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ മാസം 27-ാം തീയതി ഞാൻ പരാതി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്ന് 5-ാം തീയതിയായി. ഇതുവരെ എൻ്റെ കയ്യിൽ FIR കോപ്പി കിട്ടിയിട്ടില്ല. അവർ പെൺകുട്ടികളെ പഠിക്കാനും അനുവദിക്കുന്നില്ല, ജീവിക്കാനും അനുവദിക്കുന്നില്ല. ഞാൻ ആർക്കു വേണ്ടിയാണോ നിലകൊണ്ടത്, ആ കുട്ടികൾ ഇപ്പോഴും എനിക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പൗരൻ എന്ന നിലയിൽ പരസ്പരം ഒപ്പം നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് റിയ അഹീർ പറയുന്നത്. പിന്നീട് സംസാരിച്ചത് നൂതൻ ടോപ്പോയാണ്. और जैसे ही मैं मुड़ती हूँ ऐसे पीछे से मुझे गन फायर किया गया और मुझे पता अच्छी तरह से पता है मुझे गन से ही फायर में लगी है, प्लेट गन से ही लगी है. ഞങ്ങളുടെ നേരെ തോക്ക് ചൂണ്ടുന്നത് ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ തിരിഞ്ഞു നിന്ന ഉടൻ തന്നെ പിന്നിൽ നിന്ന് എനിക്ക് നേരെ വെടിയുതിർത്തു. തോക്കിൽ നിന്ന് തന്നെയാണ്, പെല്ലറ്റ് ഗണ്ണിൽ നിന്ന് തന്നെയാണ് എനിക്ക് വെടിയേറ്റത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അനീതിക്കെതിരെ പോരാടാൻ ഇനിയും അവസരം കിട്ടിയാൽ അതിന് ഇറങ്ങുക തന്നെ ചെയ്യുമെന്നാണ് നൂതൻ പറയുന്നത്. അടുത്തതായി ഫർഹാനാസാണ് സംസാരിച്ചത്. ദില്ലി പോലീസിൽ നിന്നുണ്ടായ മതപരമായ വിവേചനത്തെക്കുറിച്ചാണ് ഫർഹാനാസ് സംസാരിച്ചത്. पहले उन्होंने मुझे मारने के बाद बस में बिठाया, 3 घंटे तक लिटरली रखे और फिर उसके बाद बोलते हैं कि नाम क्या. मैंने कहा फरहान नाज़रीन का. इनकी लिस्ट अलग बनाई जाएगी क्योंकि ये लोग देशद्रोही हैं. तो सर अगर हम लोग शांति से प्रोटेस्ट कर रहे हैं, क्या हम देशद्रोही हैं? എൻ്റെ പേര് ഒരു മുസ്ലിം പേരായതുകൊണ്ട് മാത്രം അവർ എന്നെ വേറെ രീതിയിലാണ് കണ്ടത്. ക്രൂരമായി മർദ്ദിച്ച ശേഷം എന്നെ 3 മണിക്കൂർ ബസ്സിലിരുത്തി. പേര് ചോദിച്ചപ്പോൾ ഫർഹാനാസ് എന്ന് ഞാൻ പറഞ്ഞു. ഉടനെ തന്നെ അവർ പറഞ്ഞു ഇവരുടെ ലിസ്റ്റ് വേറെ ഉണ്ടാക്കണം, കാരണം ഇവർ രാജ്യദ്രോഹികളാണ്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നതാണോ രാജ്യദ്രോഹം എന്ന് ഫർഹാനാസ് ചോദിക്കുകയാണ്. ഞങ്ങൾ വിളിച്ചത് വന്ദേ മാതരം എന്നും ഭാരത് മാതാ കി ജയ് എന്നുമാണ്. എന്നിട്ടും ഞങ്ങളെ അടിച്ച ശേഷം രാജ്യദ്രോഹികൾ എന്ന് അവർ വിളിക്കുകയാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫർഹാനാസ് സംസാരം അവസാനിപ്പിക്കുന്നത്. അടുത്തതായി സംസാരിച്ചത് ഭരത് ഭായിയാണ്. ഭരത് ഭായിയെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അതായത് ഒരു കൂട്ടം പോലീസുകാർ വളഞ്ഞു നിന്ന് ഭരത് ഭായിയെ അടിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഇനിയും അടിക്കൂ എന്ന് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അലറി വിളിക്കുന്ന ഭരത് ഭായിയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭരത് ഭായി സംസാരിച്ചത് കേൾക്കാം. शायद हमने अमित शाह का इस्तीफा मांग लिया होता तो इन्होंने हम पे सीधा गोलियां चला दी होती, बॉर्डर बना दिया होता जंतर मंतर को. मुझे इस तरीके से लगता है क्योंकि हमने जो सहा है, मैंने खुद कई बच्चों को एम्बुलेंस में डाला जो ब्लीडिंग हो रही थी, उनसे ब्लीडिंग हो रही थी. मैंने उनको डाला तो सामने जाके उनको रोका गया था. उनको रोकने के बाद उनको फिर जिनके सर पे लगी थी उनके पैर तोड़े गए और जिनके पैर टूटे थे उनके सर फोड़े गए, हाथ तोड़े गए. ഒരുപക്ഷെ ഞങ്ങൾ അമിത്ഷായുടെ രാജി ചോദിച്ചിരുന്നുവെങ്കിൽ അവർ ഞങ്ങൾക്ക് നേരെ നേരിട്ട് വെടിവെക്കുമായിരുന്നു. രക്തം വാർന്നൊഴുകുന്ന നിരവധി കുട്ടികളെ ഞാൻ തന്നെ ആംബുലൻസിൽ കയറ്റിവിട്ടു. പക്ഷേ ആംബുലൻസ് മുന്നോട്ട് പോയപ്പോൾ അവരെ തടഞ്ഞു. തലയ്ക്ക് പരിക്കേറ്റവരുടെ കാലുകൾ തല്ലിയൊടിച്ചു, കാലുകൾ ഒടിഞ്ഞവരുടെ തല അടിച്ചു പൊട്ടിച്ചു, കൈകൾ തല്ലിയൊടിച്ചു. ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇത്തരം ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഇത് എൻ്റെ ജീവിതത്തിലെ കറുത്ത ദിനമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നെയും അവർ മർദ്ദിച്ചു. എന്നാൽ അന്ന് ഞങ്ങൾ ജന്തർ മന്ദറിൽ നിന്ന് പിരിഞ്ഞ് ഓടിയിരുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ അവസാന ദിവസമാകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരത് സംസാരം നിർത്തിയത്. പിന്നീട് സംസാരിച്ചത് പോലീസുകാരിൽ നിന്ന് ലാത്തിയുടെ കുത്തേറ്റ മുസ്കാനാണ്. मेरा सवाल बस ये है कि जब मैं शांति से चल रही थी तो पुलिस ने मुझे मारा क्यों? RAF ऑफिसर्स ने मेरे ऊपर लाठी क्यों बजाई? और जब ये साफ साफ रूल है कि आप थाई के ऊपर नहीं मार सकते हो और एक मेल ऑफिसर किसी लड़की को नहीं मार सकता, तो एक मेल RAF ऑफिसर ने why did he try to jab a baton into my buttocks? എൻ്റെ ചോദ്യം ഇത്രമാത്രമാണ്. ഞാൻ സമാധാനപരമായി നടന്നു പോകുമ്പോൾ പോലീസ് എന്തിനാണ് എന്നെ മർദ്ദിച്ചത്? തുടക്കി മുകളിലേക്ക് അടിക്കാൻ പാടില്ല എന്നും ഒരു പുരുഷ ഉദ്യോഗസ്ഥന് ഒരു പെൺകുട്ടിയെ മർദ്ദിക്കാൻ പാടില്ല എന്നും നിയമമുണ്ട്. എന്നിട്ടും പുരുഷ പോലീസുകാരൻ എന്തിനാണ് എൻ്റെ നിതംബത്തിൽ ലാത്തി കൊണ്ട് കുത്തിയത്? कि मेरा नाम मुस्कान है. मैं एडिशनली ये भी ऐड करना चाहूँगी कि सरनेम मेरी शर्मा है
और ये मैं इसीलिए बता रही हूँ क्योंकि आजकल हर कोई मान के बैठा है कि मैं मुस्लिम हूँ और इसीलिए मुझे और ज़्यादा गालियाँ मिल रही हैं. And that does not tell anything about me, but that tells a lot about the narrative जो इस कंट्री में अभी सेट हो रहा है. എൻ്റെ പേര് മുസ്കാൻ എന്നാണ്, എൻ്റെ വീട്ടുപേര് ശർമ്മ എന്നാണ്. ഇതും കൂടി പറയാൻ കാരണം ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് എല്ലാവരും ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അധിക്ഷേപങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ നിലവിലുള്ള നറേറ്റീവ് ആ രീതിയിലാണ്. സർക്കാരിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവർ മുസ്ലിമാകും. ഒരാൾ മുസ്ലിമായി ചിത്രീകരിച്ചാൽ അവർ താനേ രാജ്യവിരുദ്ധരാകും. അതാണ് പ്രചാരണ രീതി. എൻ്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടവരിൽ നിന്നാണ് എനിക്ക് തല്ല് കിട്ടിയത്. അതുകൊണ്ട് ഈ രാജ്യത്തെ സ്ത്രീ എന്ന നിലയിൽ എൻ്റെ സംരക്ഷണത്തിനായി ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ദയവായി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുസ്കാൻ സംസാരം അവസാനിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ യുവതികളും യുവാവും കാണിച്ച ധൈര്യത്തെ രാഹുൽ ഗാന്ധി പ്രശംസിച്ചു. ഇവർ ഇവിടെ വന്നത് ഒരു ധീരമായ കാര്യമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇവർക്ക് ഇവിടെ വരിക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇവർ വേട്ടയാടപ്പെടലും അക്രമവും പീഡനവും നേരിടുകയാണ്. തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇത്രയും മനോഹരമായും വ്യക്തമായും പറയാൻ ഇവർ കാണിച്ച ധൈര്യത്തിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ രാജ്യത്തിന് ആവശ്യമുള്ളത് കൃത്യമായി ഇങ്ങനെയുള്ള യുവാക്കളെയാണ്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തായാലും യുവാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണശേഷി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആരെയും ഒരുപാട് നാൾ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ യുവശബ്ദങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യ സ്വഭാവം, ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ക്രൂരമായി അടിച്ചമർത്തിയതും പോലീസിൻ്റെ ഒരു വീര്യത്തോടെ നേരിടാനുമൊക്കെ മോദി അമിത്ഷാ ടീം ശ്രമിക്കുന്നതുമൊക്കെയുള്ള അങ്ങനെയുള്ള ചിത്രം പൊതുസമൂഹത്തിന് മുന്നിൽ തുടർച്ചയായി കൊണ്ടുവരികയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയണം. വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിപക്ഷം ഉണ്ടാകുമെന്നുള്ള കാര്യവും അദ്ദേഹം ഉറപ്പ് നൽകുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ വാർത്താ സമ്മേളനമാണ് അദ്ദേഹം ഈ വിദ്യാർത്ഥികൾക്കൊപ്പം നടത്തുന്നത്. ആദ്യം പെല്ലറ്റ് തോക്കിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ സാഹിൽ എന്ന യുവാവുമായി വാർത്താ സമ്മേളനം നടത്തി. പിന്നീട് വിദ്യാർത്ഥി നേതാക്കളുമായി വാർത്താ സമ്മേളനം നടത്തി. ഇപ്പോൾ പോലീസ് മർദ്ദനം നേരിട്ട, ഇപ്പോഴും പോലീസിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുമായി വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. പോലീസിനെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി സമരങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതേണ്ട എന്നും പരിക്കേറ്റിട്ടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന സാഹിലിനെയും നൂതൻ ടോപ്പയും പോലുള്ള വിദ്യാർത്ഥികൾ രാജ്യത്തെ യുവത്വത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ അൻഷാദ് അമില്യാസ്, സൈനിങ് ഓഫ്.